ഹായ് കൂട്ടുകാരെ. അപ്പോൾ നമ്മളിന്ന് ഉച്ചയ്ക്ക് ശേഷം വെറുതെ ഒന്നിങ്ങനെ ഇറങ്ങിയതാട്ടോ പുറത്തോട്ട്. അപ്പോൾ ഇത് കണ്ടോ, ഒരു എന്താ ബദാമിൻ്റെ ചോട്ടിൽ ഞങ്ങളുള്ളത്. ഇതാ ചേട്ടനുണ്ട്, അമ്മൂസുണ്ട് കേട്ടാ. പാലത്തിൻ്റെ മണ്ടേ പോകണം. അത് അവിടെ ഒരു പാലം കാണുന്നുണ്ട്. അപ്പോൾ അമ്മൂസ് പറയും നമുക്ക് പാലത്തിൻ്റെ മണ്ടേ പോകാമെന്ന്. എന്നാൽ പിന്നെ നമുക്ക് പാലത്തിൻ്റെ മണ്ടയിലിടന്ന് പോയി നോക്കാം കേട്ടോ. അതൊക്കെ എന്ത് രസമാണ് അതൊക്കെ ഇവിടെയൊക്കെ കാണാനല്ലേ. ഞങ്ങളിങ്ങനെയൊന്നും അങ്ങനെ പുറത്തോട്ട് ഇറങ്ങിയിട്ടില്ല കേട്ടോ. അപ്പോൾ ചേട്ടനിന്ന് ഞങ്ങളെ കൂട്ടിയിട്ട് ഒന്ന് ഇറങ്ങി. ഇതാ തണൽമരമാണ് ഈ നിൽക്കുന്നത് കണ്ടില്ലേ. ഇങ്ങനെ നമ്മൾ വന്നിട്ടേ ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇപ്പോൾ പിന്നെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരുന്നുണ്ട്. ഇത് കേട്ടോ ബദാമിൻ്റെ കാ കേട്ടോ, അടിപൊളിയായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഞങ്ങൾ പാലത്തിൽ നിന്ന് പോയി നോക്കട്ടെ കേട്ടോ കൂട്ടുകാരെ. ഇങ്ങനെ കിട്ടുന്ന കൊച്ചു കൊച്ചു സന്തോഷങ്ങളോ നിമിഷങ്ങളോ ഒന്നും ആരും പാഴാക്കി കളയരുത് കേട്ടോ. നമുക്ക് അങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മളെന്നും ജോലിയായിട്ട് ഇങ്ങനെ ഇരിക്കുമല്ലേ, ആ സമയത്ത് ചെറിയ ചെറിയ ഒരു മണിക്കൂറൊക്കെ നമുക്ക് വേണ്ടി ചിലവഴിക്കണം എന്ന് ഇപ്പം ഞങ്ങളുടെ ആഗ്രഹം കേട്ടോ. അപ്പം ഞങ്ങളിങ്ങോട്ട് ഇറങ്ങിയതാണേ. അപ്പോൾ അതാ ഞങ്ങൾ പാലത്തിൽ നിന്ന് പോയി നോക്കട്ടെ. ഈ തളിക്കേൻ്റെ പേരെന്താ? തളിപ്പൊയ്ക കേട്ടോ ഈ കാണുന്നത്. നോക്കിയാൽ വെള്ളം ഓളം തല്ലുന്നുണ്ട്. അതിൻ്റെ ഉള്ളിൽ ഫുള്ള് മീനാണെന്ന് ചേട്ടൻ പറയുന്നത് കേട്ടോ. ഇത് എടുക്കുന്ന മീൻ ഇവിടുന്ന് വലവി. പക്ഷെ നമുക്ക് ഇതേ ഇവിടെ ഒരു ഇതുണ്ട് ഉള്ളതുകൊണ്ട് ഇതിൻ്റെ അപ്പുറത്തോട്ട് കിടക്കാൻ പറ്റിയല്ല. പക്ഷേ ഇതിൻ്റെ ചുവട്ടിലൊക്കെ ഒത്തിരി ബദാമുണ്ടോ വീണ് കിടക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ ഈ നിപ്പയൊക്കെ ഉള്ളതുകൊണ്ടേ നമുക്കൊന്നും തൊടാൻ പറ്റൂല കേട്ടോ. അങ്ങനെ ഇങ്ങനെ കണ്ടുപോകുക എന്നല്ലാതെ അല്ലേ നമുക്ക് എടുക്കുകയൊക്കെ ചെയ്യാം. പക്ഷേ ചേട്ടൻ എടുക്കാൻ സമ്മതിച്ചില്ല. നിപ്പയൊക്കെ ഉള്ളതല്ലേ, നമ്മളെവിടെ എന്താണെന്നൊന്നും അറിയാലല്ലോ. അതുകൊണ്ട് കേട്ടോ. എന്താ പോവാ വായോ. അമ്മൂസ് പാലത്തെ കയറാൻ വേണ്ടി പോവാടേ. ഇതാണ് തളിപ്പൊയ്ക. അതെൻ്റെ കൂട്ടുകാരെ, വലിയൊരാൾ കേട്ടോ. എന്തൊരു വലുപ്പമാണെന്ന് നോക്കിയിട്ട്. നമുക്ക് ഇങ്ങോട്ട് വന്നാൽ അങ്ങനെ അങ്ങോട്ട് പെട്ടെന്ന് പോകാനൊന്നും തോന്നിയല്ല കേട്ടോ. നല്ലൊരു ആളൊക്കെ ഒഴിഞ്ഞൊരു സ്ഥലമാണ്, നല്ലൊരു പ്രദേശം. അങ്ങനെ ആളില്ല, നടപ്പാതെ നമുക്ക് നടന്ന് കാൽനടയ്ക്കുള്ളതാട്ടോ ഇത്. റോഡ് അതിലേ കൂടി ഉണ്ട്. പിന്നെ ഈ വെള്ളത്തിൽ ഒരു ചേറിൻ്റെ മണമൊക്കെ ഉണ്ട് കേട്ടോ. ഇങ്ങോട്ട് വരും, അടിക്കും, കാറ്റടിക്കുമ്പോഴേ. ഇതിനകത്ത് മീനിനെ അങ്ങനെ കഴിക്കാനൊന്നും പറ്റിയല്ല, ചേറുചവ ഉണ്ടാവും. അപ്പോൾ ഇത് ആരും അങ്ങനെ മേടിച്ച് കഴിക്കലാന്ന് തോന്നുന്നു. അപ്പുറത്ത് കാണുന്നത് അതാ മെയിൻ റോഡാട്ടോ. ഒത്തിരി കാറ്റാടി മരങ്ങളും എല്ലാം ആയിട്ട് കണ്ടില്ലേ നിറഞ്ഞു നിൽക്കുന്നത് അല്ലേ അമ്മൂസേ? ആ നല്ല മണമുണ്ട്. തീരത്തേതോ നാളിൽ പണ്ടേ ഇഷ്ടം തേടി അണഞ്ഞു വെള്ളിത്തേരിൽ വിണ്ണിൽ പോലും മേഘത്തലായി മൊഴിയാതെ. അപ്പോൾ അതാ കൂട്ടുകാരെ സന്ധ്യയായി കേട്ടോ. ഞങ്ങൾ തിരിച്ചു പോരും കേട്ടോ. RDC എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ ബൈ.